വ്യക്തികളല്ല, പാർട്ടിയാണ് പ്രധാനം. ദൈവമെന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ അത് CPM ആണ്. അന്നവസ്ത്രാദി ഒട്ടും മുട്ടാതെ തന്നൂ രക്ഷിപ്പൂ നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഇതാരുടേതാണ് 4 വരി? ശ്രീനാരായണ ഗുരുവിൻ്റെ. ശ്രീനാരായണ ഗുരുവിൻ്റെ 4 വരിയിൽ പറയുന്ന നീ ഒന്ന് തന്നെ നമുക്ക് തമ്പുരാൻ എന്ന് പറയുന്നത് അന്നവും വസ്ത്രവും ഒട്ടും മുടങ്ങാതെ തരുന്നവരാരാണോ അവരാണ് തമ്പുരാൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്, അതിൽ വ്യക്തികളടങ്ങുന്ന പാർട്ടിയാണ്, ആ കൂട്ടായ്മയാണ് അന്നവും വസ്ത്രത്തിനും വേണ്ടി പൊരുതുന്നത്. അവരുടെ മുമ്പാകെ വ്യക്തികൾ എന്നുള്ളത് നിസ്സാരന്മാർ. വ്യക്തികളേക്കാൾ പ്രധാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതാണ് ഞാൻ പറയുന്നത്. എന്നെപ്പറ്റി ഒരാളും ദൈവമായി പറയാൻ പാടില്ല. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞേ. ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയൊരു മഹാൻ വേറെ പറയാനില്ലല്ലോ നമുക്ക്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ദൈവമായി ചിത്രീകരിച്ചപ്പോൾ എന്താ പറഞ്ഞത് അദ്ദേഹം? ഞാനൊരു സാധാരണ മനുഷ്യൻ. അപ്പം അതുകൊണ്ട് ഏത് നേതാവായാലും ഏത് വ്യക്തിയായാലും അവർ പാർട്ടിക്ക് നൽകിയ സംഭാവന വിലപ്പെട്ടതാണ്. എന്നാൽ പാർട്ടിയാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് അക്കാര്യത്തിൽ വേറെ പാർട്ടിക്ക് ശേഷം സംശയമില്ല. ചിത്രീകരിക്കപ്പെട്ട നേതാവിൻ്റെ അഭിപ്രായവും ഇതാണ്. അതിൻ്റെ പിന്നിൽ BJP ആണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് സുരേഷ് ഗോപിയെ വീട്ടിൽ പോയി ക്ഷണിച്ച മിനി. എന്താ സംശയം? BJP സ്പോൺസർ ചെയ്ത സമരമാണത്. അതുകൊണ്ടാണ് അവർ സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തുള്ള AG's ഓഫീസിലേക്ക് കൂടി ആ സമരം ഒന്ന് ബന്ധിപ്പിച്ചുകൂടെ? അവർക്കൊന്നുമില്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൂടെ? ഒന്നും വേണ്ട, സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്താണ് കേന്ദ്ര ഗവൺമെൻറ് ഓഫീസ്. ഇതാ ഞങ്ങൾ ഇനി മുതൽ ഞങ്ങളെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം, 2005 ഉത്തരവ് തിരുത്തണം, തൊഴിലാളിയായി അംഗീകരിച്ചാൽ മിനിമം കൂലി കിട്ടും, 60-40 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ റേഷ്യോ എങ്കിൽ 21,000 രൂപയുടെ 40% സംസ്ഥാനം തരണം, 60% കേന്ദ്രം തരണം. പറഞ്ഞോ സുരേഷ് ഗോപി ഡൽഹിയിൽ പോയിട്ട്? നിങ്ങളോട് ചോദിച്ചില്ലേ? ആരോടാണ് ചോദിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. അത് ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ വെച്ചേക്കണം എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ. അപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ പോയി പറഞ്ഞൂടെ? ഞാൻ തൃശ്ശൂരിൽ ദത്തെടുത്തിയ ആളാണ്, ഞാനിതാ കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് പറയുന്നു, ഞാൻ ആശാ പ്രവർത്തകന്മാർക്ക് വേണ്ടിയാണ്, 21,000-ഓളം വരുന്ന ആശമാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ഇതാ നിങ്ങളത് 2005 കോൺഗ്രസിൻ്റെ ഉത്തരവ് തിരുത്തണം, ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം, ആശമാർക്ക് മിനിമം കൂലി കൊടുക്കണം. ഒരക്ഷരം ഉരിയാടിയോ സുരേഷ് ഗോപി? അപ്പോൾ സുരേഷ് ഗോപിയും BJPയും സ്പോൺസർ ചെയ്ത സംസ്ഥാന സർക്കാരിനെതിരായ സമരമാണ് ആ സമരം. ആശമാരുടെ സമരമല്ല. ഞങ്ങൾ ആശമാരുടെ കൂടിയാണ്. ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം, മിനിമം കൂലി നൽകണം, സംസ്ഥാനത്തിന് നൽകാനുള്ള 100 കോടി കുടിശ്ശിക നൽകണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അവരോട് പറയുന്നത്. ഡൽഹിയിൽ പോണ്ട, AG ഓഫീസിൽ ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ BJP സ്പോൺസർ ചെയ്ത ആശമാരില്ലാത്ത ഒരു സ്പോൺസേഡ് സമരമാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. അതാണ് പറയുന്നത്. ആ രാഷ്ട്രീയമാണ് ഞങ്ങൾ എതിർക്കുന്നത്. എല്ലാ സമരത്തെയൊന്നും ഞങ്ങൾ പുച്ഛിക്കുന്നുമില്ല. ഏത് സമരവും എത്രയാൾ പങ്കെടുക്കുന്ന സമരമായാലും സമരമാണ്.